സ്വാഗതം ഗൈസ്. ഞാൻ ഇന്ന് കളിക്കാൻ വന്ന ഗെയിമിൻ്റെ പേരാണ് ലോക്കി ക്രാഫ്റ്റ്. ഇത് മൈൻക്രാഫ്റ്റിൻ്റെ ഒരു കോപ്പി ഗെയിം എന്ന് വേണമെങ്കിൽ പറയാം. മൈൻക്രാഫ്റ്റ് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മൈൻക്രാഫ്റ്റ് എനിക്ക് കളിക്കാൻ പറ്റില്ല, കാരണം പ്ലേ സ്റ്റോറിൽ അതിന് 39 രൂപയാണ് ഗൈസ്. അതിനാരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒരു 2K എത്തിക്കായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ആ 39 രൂപ കൊടുത്തതൊക്കെ വാങ്ങി കളിക്കാം. പക്ഷെ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. എല്ലാവരും സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ഗൈസ്. പിന്നെ ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. പിന്നെ ഗൈസ്, ഞാനിന്ന് ഇത് ഒരു സർവൈവൽ വേൾഡാണ്. ഇതിൻ്റെ മെയിൻ ലക്ഷ്യം എൻഡർ ഡ്രാഗനെ കൊല്ലാം. ഈ ഗെയിം അറിയാത്തവരായിരുന്നില്ല. അത്ര ഫേമസ് ഗെയിമാണ് മൈൻക്രാഫ്റ്റ്. അതിനൊരു കോപ്പി ഗെയിമാണിത്. അപ്പോൾ എല്ലാവർക്കും അറിയണമല്ലോ, അല്ലല്ലേ? അപ്പോൾ എന്തായാലും ഞാൻ കൂടുതൽ അറിയില്ല, നേരെ ഗെയിമിലോട്ട് വെക്കാം ഗൈസ്. ആദ്യം തന്നെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം. പിന്നെ എനിക്ക് ഈ ഗെയിം അത്ര നേരമൊന്നും അറിയത്തില്ല, കുറച്ചൊക്കെ എനിക്കറിയത്തുള്ളൂ ഗൈസ്. ബാക്കിയൊക്കെ നിങ്ങൾ വേണം കമൻറ്റിൽ എന്നെ അറിയിക്കാൻ ഗൈസ്. ആദ്യം വുഡൊക്കെ വെട്ടിയിട്ട് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം. ഞങ്ങൾ വന്ന സ്ഥലം ഇസ് എ വണ്ടർഫുൾ ഗൈസ്. ഞാൻ കാണിച്ചു തരാം. ഇവിടെ വെക്കും. അടിയിലാണെങ്കിൽ മുഴുവൻ വെള്ളമാണ് ഗൈസ്, വെള്ളം. ആദ്യം തന്നെ ഒരു വില്ലേജൊക്കെ കണ്ടുപിടിക്കണം. എന്നിട്ട് അവിടുന്ന് കുറച്ച് ലൂട്ടൊക്കെ എടുത്തിട്ട് ഒരു വീടൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അയ്യോ ഇനി ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ, യെസ്, ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ആൻഡ് പ്ലാങ്ക്. ഇവിടെ ഒരു ഷീപ്പുണ്ട്. ഷീപ്പേ ഓടല്ലേ, എനിക്ക് ഇനി ആവശ്യമാണ് ബെഡ് ഉണ്ടാക്കാൻ. എടുക്ക്, അയ്യോ എടുക്ക്, അതൊക്കെ ഓടല്ലേ. ഇവിടെ എടുക്കടാ, എടുക്കോളണേ, എടുക്ക്. ചത്തി. യെസ് ഗൈസ്, ഇങ്ങനെ വൂള് കിട്ടി. അടുത്ത ആട്, ഇത് ഗ്രേ ആടല്ലേ, അപ്പോൾ ഇത് കിട്ടിയിട്ട് കൊണ്ടുണ്ടെന്ന് അറിയത്തില്ല. എന്തായാലും വെട്ടി എടുത്തേക്കാം. ഇവിടെ വൈറ്റ് ആട് കിട്ടി. ഇവനല്ലേ ഇവനെ. അയ്യോ വെള്ളത്തിൽ വീഴല്ലേ, പോയാ മൊഞ്ഞേ എവിടെ പോയി? അയ്യോ ഇപ്പിട്ടിട്ടേനെ. നീ എങ്ങനെയെങ്കിലും ഇതിന് കൊല്ലടാ, ചാവടാ. അയ്യോ ഞാൻ ചാവും ഇപ്പം, മേ ബി ചാടാ. ചത്തി കിട്ടി. ഇവിടെ 2 പന്നിയുണ്ട്. നമുക്ക് മീറ്റിന് കുറച്ച് കുറവാണ്, അതുകൊണ്ട് ഇന്നൊക്കെ ഞാൻ കൊല്ലൂടാ. അയ്യോ എന്താ ചാവത്ത? ചാവടാ. അയ്യോ ചാവ്. അങ്ങ് മീറ്റിൻ്റെ ആവശ്യമുണ്ട്, അതുകൊണ്ട് നീ ചാവണം പ്ലീസ്, ചാവ്. അയ്യോ ഇപ്പം വെള്ളത്തിൽ മുങ്ങി ചാവെന്ന് തോന്നുന്നു. അതുകൊണ്ട് വേഗം അടിക്കടാ. അയ്യോ എന്തോ സോംബിയുടെ ഒക്കെ ഒച്ച കേൾക്കുന്നു ഗൈസ്. അടി. കൊന്നു. അതൊക്കെ അത്രേ ഉള്ളൂ. അയ്യോ ഇപ്പോൾ കടലിൽ പെട്ടേനെ. ഇനി വേണ്ടത് ഒന്ന് സൈഡിക്കടാ. ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വെക്കാം. എന്നിട്ട് ഇതിൽ ടൂൾസ് എവിടെ? ടൂൾസിന് ഇനി വുഡ് വേണം. വുഡ്. എൻ്റെ ഇത് ഭയങ്കര ലാഗ ഗൈസ്, എന്താ അറിയത്തില്ല, ഭയങ്കര ലാഗ. യെസ്, ഒരു വുഡ് കിട്ടി, 2 വുഡ് കിട്ടി. ഈ സോംബിയുടെ സൗണ്ട്, എന്താ സൗണ്ട് ഗൈസ്. കുറച്ച് ഇത് വേണം. എന്ത് വുഡ് എടുത്തില്ലേ? ഇതിന് വേണ്ടി കയറിയില്ല. അതിവിടെ വുഡ് ഞാൻ വെട്ടിയതാണല്ലോ. ഇത് ഞാൻ ഉണ്ടാക്കിയല്ലോ പ്ലാങ്ക്. പക്ഷെ എന്തോന്നല്ല തിരി നോക്കണേ, ശ്രദ്ധിച്ചൂടെ അമ്പാനെ.
ഇതെന്താക്കാൻ പറ്റത്? ഇതാക്കി ഇവന് കാര്യം. ഇനി സ്റ്റിക്ക് വേണം, ഒരു 8 സ്റ്റിക്കാക്കി. ഇനി ഇതിൽ ഫസ്റ്റ് വേണ്ടത് പിക്കാക്സ്. ഇനി ഇത് വെച്ച് എവിടെയോ സോംബി ഉണ്ട് ഗൈസ് അടുത്ത്. നല്ല സൗണ്ട് കേൾക്കണത്. ആദ്യമില്ലേ ഈ ഷീപ്പിനെ കുറച്ച് വേണം. രാത്രി അറിയാലേ സീനാണ്. അതുകൊണ്ട് ചാവണം. ചത്ത ഇല്ലേ? എന്നാ ചാവും. ചത്ത്. ഇനി ഒരു ഷീപ്പിനെ അതേ കിടക്കണ മുകളിൽ നിന്നെ ഞാൻ ഇന്ന് കൊല്ലുവടാ. അയ്യോ, എങ്ങനെ കൊല്ലാനോ? അപ്പം മൂലിയല്ലേ. കുറച്ച് സ്റ്റോൺ എടുക്കാം. സ്റ്റോൺ വെച്ച് കളിയുണ്ട്. ഇതൊക്കെ എടുക്കാം. ഇത് സ്റ്റോൺ തന്നെയല്ലേ? കോബിൾ സ്റ്റോൺ. ഇത് രണ്ടും വെട്ടാം. എന്നിട്ട് ഇതിൻ്റെ മണ്ടേ കയറി ഇങ്ങനെ കയറി ഗൈസ്. ലെറ്റ്സ് ഗോ. പണിപ്പള്ളി റെക്കോർഡ് ഓഫായിരുന്നു ഗൈസ്. ഞാൻ ആദ്യം ഒരു ഇതാക്കി. ഇത് രണ്ടാമത് അതിൽ പറയുമ്പോൾ വീണ്ടും റെക്കോർഡ് ഓഫായി ഗൈസ്. എൻ്റെ ഈ റെക്കോർഡിന് എന്തോ പ്രശ്നമുണ്ട് ഗൈസ്. എന്താ എനിക്കറിയത്തില്ല. എവിടുന്ന് റെക്കോർഡ് ഓഫായെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് എനിക്ക് കറക്റ്റ് കണ്ടിന്യൂ ആയിട്ട് അറിയത്തില്ല. എനിക്കിത് കണ്ടത് എഡിറ്റ് ആക്കുമ്പോൾ അല്ല, അതുകൊണ്ട് തന്നെ അത് നോക്കിയില്ല ഗൈസ്. അതെൻ്റെ വുഡൻ പിക്കാക്സ്, ആരും പേടിക്കണ്ട. ഈ ബോട്ട് കൊടുത്തെടുക്കാം. യെസ്, ഇവിടെ കോൾഡ് ഗൈസ്. ഞാൻ ഈ ഐലൻഡ് അങ്ങനെ തിരഞ്ഞെടുത്തു ഗൈസ്. ഇവിടെ ഒരു കുറച്ച് ഫ്ലാറ്റ് ആയിട്ടുണ്ട് ഒരു ഐലൻഡ് ആയത്. അതുകൊണ്ട് ഇവിടെ കുറച്ച് വീടൊക്കെ കെട്ടി ഒരു അയൺ ആർമറൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാൻ വില്ലേജ് കണ്ടുപിടിക്കാൻ പോകാമെന്ന് വിചാരിച്ചു ഗൈസ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. ഇപ്പോൾ കറക്റ്റ് റെക്കോർഡ് ഓണായിരുന്നിട്ടുണ്ടെങ്കിൽ മതിയായിരുന്നു. കോളൊക്കെ ഞാൻ കളക്ട് ചെയ്തു ഗൈസ്. ഞാൻ ഇപ്പോൾ ഫർണസ് ഉണ്ടാക്കിയില്ലേ, അത് വെച്ചില്ലേ? ഇല്ല, അത് പ്രശ്നമില്ല. എന്തായാലും നമുക്ക് നമ്മുടെ ഈ ഹോം ഐലൻഡായ ഈ ഐലൻഡ് നമുക്ക് സെറ്റ് ചെയ്യാം. എടാ എനിക്ക് ഇത് മറ്റേതാ കോപ്പർ. ഞാൻ ആദ്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അയണെന്ന്. ഞാൻ വിചാരിച്ചു എത്ര ലക്കിയാണോ ഞാനെന്ന്. ഒരിക്കലല്ലേ, ഞാൻ തീരെ ലക്കിയല്ല. ഐ ആം എ അൺലക്കി ഗൈസ്. ടാറ്റ. ഇവിടെ കുറച്ച് ചിക്കൻസും കൂടി ഉണ്ട്. ഇപ്പം അറിയുന്നില്ല. മീറ്റ് ആവശ്യം ആയതുകൊണ്ട് ചേട്ടാ എന്തൊന്നും തോന്നല്ലേ. ഇനി ഇവിടെ ടാറ്റ. ഇത് ഫ്ലാറ്റ് ആയിരുന്നില്ല ഗൈസ്. എനിക്ക് ആ ബോട്ടിൽ വരുമ്പോൾ കണ്ടപ്പോൾ തോന്നി ഇത് കുറച്ച് ഫ്ലാറ്റാണ്. എന്തായാലും കോപ്പറൊക്കെ എടുക്കാം. കോപ്പർ കിട്ടി വലിയ ആവശ്യമില്ല, അതുകൊണ്ട് വേണ്ട. ഇപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഈ ഐലൻഡും പോരാ. അപ്പോൾ അതുകൊണ്ട് രാത്രി ആയിട്ടില്ലേ ഗൈസ്. രാത്രിയായിട്ട് നമുക്ക് കിടന്നുറങ്ങിയതിന് ശേഷം വേറെ ഐലൻഡ് കണ്ടുപിടിക്കാൻ പോകാം. അതുവരെ ഇവിടെ കുറച്ച് അധികം മറ്റേ സാധനമുണ്ട്. മറ്റേ കോളൊക്കെ ഞാൻ കളക്ട് ടോർച്ചാക്കാൻ വേണ്ടി സാധനം ഇപ്പോൾ പോയേനെ. അയ്യോ, ഇനി തിരിച്ചു കയറുന്നത് എങ്ങനെയാ? ശരി, ഇതിൽ കയറാം. ലെറ്റ്സ് ഗോ. ഇനി ഇവിടെ ഇതിൻ്റെ മൾട്ടിപ്ലെയർ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യൂ ഗൈസ്.
പറ്റുവാണെങ്കിൽ ഞാൻ നോക്കാം മൾട്ടിപ്ലെയർ സെറ്റ് ചെയ്യാൻ. ഇതെന്ത് സാധനമാണ്? ഇതെന്താ ഇത്? പുതിയ ജീവിയല്ലേ? അവനൊന്നും ഇത് കിട്ടത്തില്ലേ? പിന്നെ എന്തിനാ അവനെ? ഇപ്പം എന്ത് ചെയ്യാം? ആദ്യം ഫുഡില്ല, അതുകൊണ്ട് ഫുഡ് സെറ്റ് ചെയ്യാം. അതിനായിട്ട് മുമ്പ് ബെഡ് വെച്ച് ഇവിടെ റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്യാം. അതാണ് മെയിൻ ആവശ്യം. അയ്യോ ഇതില്ല ഇതിവിടെ വെക്കാം. ഫർണസ് ഇവിടെ വെക്കാം. റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്തു. ഇനി ഇത് എന്താ മീറ്റ് വെക്കാം. ഫ്യൂവലായിട്ട് കോൾ വെക്കണം. വേണ്ട, കോൾ നമുക്ക് മറ്റേ ഇതാ ടോർച്ച്. അധികം കോളൊക്കെ കിട്ടി നമുക്ക് ഇതാക്കാം. അപ്പോൾ തൽക്കാലം ഈ വുഡ് വെച്ച് നമുക്ക് ഫ്യൂവൽ ചെയ്താൽ മതി. ഇവിടെ മറ്റേ അമ്മിണിക്കുട്ടി അമ്മിണിക്കുട്ടി ലെതർ കിട്ടും. അമ്മിണിക്കുട്ടിൻ്റെ 2 നമുക്ക് ലെതർ ആർമർ സെറ്റ് ചെയ്യാം. ലെതർ വെച്ച് രാത്രി. അയ്യോ ഞാൻ ഇവിടെ ബെഡ് വെച്ചേ. ഞാൻ മറന്നുപോയി ഗൈസ്. എവിടെ ആയിരുന്നടാ ഞാൻ ബെഡ് വെച്ചേ? സത്യം പറഞ്ഞ എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഒന്ന് കണ്ടുപിടിക്കട്ടെ ഗൈസ്. ഉണ്ടോ ഗൈസ്? അങ്ങനെ ബെഡും കണ്ടുപിടിച്ചാൻ ഉറങ്ങി എണീറ്റു. സുപ്രഭാതം, നല്ല രാവാണിത്. ആദ്യം ഈ അമ്മിണിക്കുട്ടിയുടെ മറ്റേ നമുക്ക് ഫാമൊക്കെ സെറ്റ് ചെയ്യണ്ടേ ഗൈസ്? കൗ ഫാം. അതൊക്കെ നമുക്ക് പിന്നീട് സെറ്റ് ചെയ്യാം. അത് വില്ലേജാണ് എൻ്റെ മെയിൻ ലക്ഷ്യം. ഞാൻ ഇതിൽ ഫുഡായി. ഇനി അടുത്തത് ഇതെന്തായിരുന്നു? റോ ബീഫ്. അതാകട്ടെ. നമുക്ക് മറ്റേ ആർമറൊക്കെ ഉണ്ടാക്കണ്ടേ ഗൈസ്? ലെതർ കിട്ടി എനിക്ക്. അപ്പോൾ ആർമർ ഉണ്ടാക്കാൻ വേണ്ടി ക്രാഫ്റ്റിംഗ് ടേബിളിൻ്റെ ആവശ്യമുണ്ട്. ആർമർ ഇതിന് 5 എണ്ണം വേണം. ഇതിന് 1 2 3 4 5 6 7 8. ഇതിനാണെങ്കിൽ 3 2 5 7 എണ്ണം വേണം. ഇതിന് 4 എണ്ണം. അതിൽ കുറഞ്ഞില്ല. എവിടെയും കൂടി ഉണ്ട് ഒരു കൗ. ടാറ്റാ. അവനെയും വന്നു ഗൈസ്. ഇത് 5 എണ്ണം കിട്ടി. ഇനി വേറെ ഇവിടെ വേറെ കൗണ്ടോ? എവിടെ കൗവില്ല. ഇപ്പം 5 എണ്ണം വെച്ച് എന്തോ ഉണ്ടാക്കാൻ പറ്റുന്നല്ലോ. ഷൂ ഉണ്ടാക്കാൻ വേണമെങ്കിൽ ഹെൽമെറ്റ് ഉണ്ടാക്കാം. എൻ്റെ ലെതർ ക്യാപ്പ് ഉണ്ടാക്കാം. ഇതിൽ ഫേസ് ക്യാം ഉണ്ടോ എന്ന് പറയണം ഗൈസ്. ഫേസ് ക്യാം. യെസ്, ഇതാണ് എൻ്റെ ക്യാരക്ടർ. എനിക്ക് പിന്നീട് മാറ്റാം കേട്ടോ ഇതൊക്കെ. എന്തായാലും വേണ്ട. ആർമർ സെറ്റായി. അങ്ങനെ ഒരു ആർമർ സെറ്റായി. ഇവിടെ ഷീപ്പ് ഉണ്ട്. ഫുഡിന് വേണ്ടി മാത്രമേ പിന്നെ വന്നു. ഹലോ ബ്രോ, ടാറ്റ. അവനെ വന്ന് നമുക്ക് ഫർണസിൽ കൊണ്ടുപോയി ഇടണ്ടേ? ഫർണസ് സ്റ്റീക്ക് എടുക്കാം. ഇനി എന്തായിരുന്നു വെക്കാനുള്ളത്? റോ മട്ടൻ അല്ല, അതൊക്കെ നമുക്ക് പിന്നീട് ചെയ്യാം. അത്യാവശ്യത്തിന് ഫുഡിപ്പായി. അതുകൊണ്ട് ഞങ്ങൾക്ക് നേരെയുള്ളൊരു ഐലൻഡ് കണ്ടുപിടിക്കാൻ പോകാം. എവിടെന്നെങ്കിലും ഇപ്പം ഞാൻ ചാണപ്പെട്ട് ഞാൻ ബെഡ് പൊട്ടിച്ചു ഗൈസ്. ഇത് കൊണ്ടാണ് ഞാൻ പറയണേ.
ഇനി ഫർണസും കൂടി ഞാൻ പൊട്ടിച്ച് ഇനി നമുക്ക് സ്ഥലം വിടാം ഇവിടുന്ന്. ഇവിടുന്നാണെങ്കിൽ കുറച്ച് ലെതറൊക്കെ കിട്ടി. അതെന്തായാലും നല്ല കൊള്ളായിരുന്നു. ലെതറും കിട്ടി, കോളും കിട്ടി ഗൈസ്. അത് കുഴപ്പമില്ലായിരുന്നു. ഇനി നല്ലൊരു ഐലൻഡ് കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അയ്യോ, ബോട്ട് വെച്ച് ഞാൻ കടലിൽ അടിയുന്നു. അതെന്ത് പരിപാടിയാ? യെസ് ലെറ്റ്സ്. എവിടെ പോകണം? എവിടെ പോകൂടാ? ആക്ച്വലി ഇവിടെ എന്താ ഫിഷ് അല്ലേ? നല്ല ഐലൻഡ്സ് എന്ത് കിട്ടണില്ല ഗൈസ്. ഇന്ന് ഇവിടെ എവിടെയെങ്കിലും ഒരു ഐലൻഡ് വെച്ച് തൽക്കാലം അവിടെ ഒരു വീടൊക്കെ പണിത് അവിടെ നിൽക്കേണ്ടി വരും. വില്ലേജ് കിട്ടാനില്ല ഗൈസ്. എന്ത് പറയാനാ? വില്ലേജ് ഇല്ലേ ഇവിടെ? വില്ലേജ് എവിടെയാണ് വില്ലേജ് ഉള്ളത്? ഇപ്പോൾ കുറേ പോകേണ്ടി വരും ഗൈസ്. മേ ബി അതുകൊണ്ടുണ്ടല്ലോ വില്ലേജ് നമുക്ക് നെക്സ്റ്റ് ഒരു എപ്പിസോഡിൽ പോകാം ഗൈസ്. ഇന്നുള്ളല്ലോ എന്തായാലും ഞങ്ങൾക്ക് ഇവിടെ എവിടെയെങ്കിലും ചെറിയൊരു വീട് പണിത് ഇവിടെ നിൽക്കാം ഗൈസ്. എന്ത് പറയണോ? അത് മതി. ഇതെടുക്കട്ടെ. ബോട്ട് വാ. അയ്യോ, ഇതെന്ത് അങ്ങനല്ല, ഇത് പൊട്ടിക്കാനാണ്. അയ്യോ ഇതെന്ത്? കിട്ടി. ഇനി മുകളിൽ പോകണം. ആദ്യം തന്നെ ഷീപ്പിനെ കണ്ടു. ഒരു അയണായിട്ടും ഇവിടെ ഉണ്ടോ? അയണില്ല, കോപ്പറുണ്ട്. ഇതെന്താ കേവാണോ? അല്ലല്ല, ചെറിയൊരു കേവാണെന്ന് പറയാം. ഇപ്പം ഇവിടെ ആയിട്ടൊരു വീട് പണിയുന്നതല്ലോ. ഇപ്പം സാധാരണ ഒരു തട്ടിക്കൂട്ട് വീട് അത്ര മതി കഴിച്ചു. ഇപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ ചെയ്യാം. അയ്യോ ഇപ്പോൾ പോയി വീണേനെ. അത് ഈ കുറച്ച് ലാഗ് ഉണ്ട്, ഞാൻ പറഞ്ഞില്ല ഗൈസ്. അതാ സീന്. ഇപ്പം ചെറിയൊരു ഹോമേ പണിയുള്ളൂ. നമുക്ക് പിന്നെ വലിയ ബിഗ് ബിൽഡിലേക്കൊക്കെ പോകാം. ഇതൊന്ന് കുറച്ച് ലെവലാക്കാം. ഇത്ര ചെറിയൊരു ഹൗസ് ഞാൻ പണിയുള്ളൂ ഗൈസ്. യെസ്, ഇനി ഹൗസ് പണിയാൻ സ്റ്റോണും മരവും ഒക്കെ വെച്ചുള്ളൊരു തട്ടിക്കൂട്ട് ഹൗസാണ് എൻ്റെ ഹൗസ്. ഇപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് അതൊക്കെ മതിയായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയൊരു ലെയറും കൂടി. യെസ്, ഇനി ഇവിടുന്ന് അല്ല, ഒന്ന് ഹൈറ്റാക്കി തുടങ്ങി. യെസ്, ഇത്ര മതി. ഇവിടുന്ന് ഇവിടെ ഇതൊന്ന് ഞാൻ പണിയട്ടെ. ഞങ്ങൾക്ക് 2x സ്പീഡിൽ ഞാൻ കാണിച്ചു തരാം. ചെറുതായിട്ടൊന്ന് പണി പാളി. എൻ്റെ എല്ലാം സ്റ്റോർഡ് കയറുന്നു. ഇനി എന്തിലാണ് പണിയണേ? ഗ്രാവലുണ്ട്, എല്ലാം വെച്ച് പണിയാം. അല്ലാതെ വേറെ വഴിയില്ല ഗൈസ്. എനിക്കറിയത്തില്ലായിരുന്നു റിസോഴ്സ് ഇല്ലെന്ന്. അത് ഞാൻ ചിന്തിച്ചേ ഇല്ലായിരുന്നു ഗൈസ്. സീനില്ല, ഇവിടെ ഉണ്ട് കുറച്ച് ഗ്രാവൽസ്. ഇത് നമുക്ക് എടുക്കാം തൽക്കാലം. ഇപ്പം ഇത് മതി അഡ്ജസ്റ്റ് ചെയ്യാൻ. ഞാൻ ഒന്ന് കളക്ട് ചെയ്യട്ടെ ഗൈസ്. ഈ വീടും കൂടി വേഗം ഒന്ന് പണിഞ്ഞിട്ട് പിന്നെ ബാക്കിയൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ചെയ്യാം ഗൈസ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങളൊക്കെ പറയണം.
നെക്സ്റ്റ് എന്ത് ചെയ്യണമെന്നൊക്കെ നിങ്ങൾ വേണം എനിക്ക് പറഞ്ഞു തരാൻ. അപ്പോൾ ഗായ്സ് കുറച്ചും കൂടി ഗ്രാവൽ ആവശ്യം. ഞാൻ ഒന്ന് കളക്ട് ചെയ്യട്ടെ. ചെറിയൊരു ഹോം ഇപ്പം ഞാൻ പണിയുള്ളൂ. ഹോം എന്ന് പറയാൻ പറ്റത്തില്ല, വേറെന്താ കുടിലിന് നമുക്ക് പറയാം. അങ്ങനത്തെ ഒരു ഇതാണ് ഞാൻ പണിയാണ് ഗൈസ്. ഇതെന്താ ഫ്ലിൻറ്റ് കിട്ടി. ഫ്ലിൻറ്റ് വെച്ച് നമുക്ക് ഇതിന് കോപ്പർ അല്ല അയൺ വേണം അല്ലേ? ഓക്കെ. അപ്പോൾ ഗ്രാവൽ ഇവിടെ ഗ്രാവൽ സാൻഡ് മതിയല്ലേ ഗൈസ്? വെച്ചാൽ നിൽക്കത്തില്ല. ഓ ഇത് ഇന്നത്തെ സാധനമായിരുന്നാ? ഇതെനിക്കറിയത്തില്ല ഗൈസ്, സത്യം പറയാല്ലേ. സാൻഡ് മാതിരിയാണ് ഞാൻ പ്രതീക്ഷിച്ചില്ല ഗ്രാവൽ. അല്ല ഇപ്പോൾ രാത്രി ഡേട്ട് വെച്ച് പണിയാം, അതായിരിക്കും ബെറ്റർ. അയ്യോ എന്തെങ്കിലുമൊക്കെ പണിയടാ. ഇത് വേഗം ഡേട്ടൊക്കെ കളക്ട് ചെയ്യട്ടെ. വേഗം കഴിച്ച് ഇപ്പോൾ രാത്രിയാവും, അതിന് മുൻപ് വേഗം ആക്കണം. അത് റീസ്പോൺ പോയിന്റ് ഞാൻ സെറ്റ് ചെയ്തില്ല. അപ്പോൾ ക്രീപ്പറാട്ട വന്നാൽ തീർന്നു എന്ന് വിചാരിച്ചാൽ മതി. വീട് പോയാലും പ്രശ്നമില്ല. ഞാൻ റീസ്പോൺ പോയിന്റ് പോലും അതുകൊണ്ട് ആദ്യം റീസ്പോൺ പോയിന്റ് സെറ്റാക്കട്ടെ. റീസ്പോൺ പോയിന്റ് സെറ്റാക്കി. ഇനി സ്റ്റോണ് ഇപ്പോൾ ഡേട്ടല്ലേ കളക്ട് ചെയ്തേ. ഡേട്ട് ഇത് മതി. ഇത്ര മതിയായിരിക്കല്ലേ? മതി ധാരാളമല്ല. ഒരു വീട് സാധാരണ ഒരു ചെറിയ തട്ടിക്കോട്ട് വീട് പണിയാനെടുക്കും കുറേ റിസോഴ്സസ് ഒക്കെ ആവശ്യമുണ്ട് ഗൈസ്. എന്തായാലും ഇതൊക്കെ 5 ഡേട്ട് കളക്ട് ചെയ്ത് രാത്രി. ക്രീപ്പറാട്ട വന്ന് തീർന്ന്. വേഗം ഇതൊന്ന് പണിയിട്ട് ഇത് മുഴുവനൊന്ന് ബന്ധ വെക്കണം ഗൈസ്, അടക്കണം. ഇല്ലെങ്കിൽ ഇപ്പോൾ ക്രീപ്പർ വരും. ക്രീപ്പർ അല്ലെങ്കിൽ സോംബി വരും, അത് ഉറപ്പാണ്. അതുകൊണ്ട് ഡോറൊന്നുമില്ല നമ്മളെ ഹൗസിന്. അങ്ങനത്തെ ഞാൻ കണ്ടുപിടിച്ചൊരു പ്രത്യേക തരം വീടാണിത്. ഒരു മിനിറ്റ്, ഒന്ന് സ്ലീപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇതിൻ്റെ മുകളിലും കൂടി ഇവിടെ വൂളുണ്ട്. എൻ്റെ കയ്യിൽ വൂൾ വെച്ച് അതാക്കാം. യെസ് ഗൈസ്, നെക്സ്റ്റ് എപ്പിസോഡ് ഞാൻ ഇടുമ്പോൾ ഇത് കുറച്ച് വില്ലേജൊക്കെ കണ്ടുപിടിച്ച് ഇടണോ അതോ വീഡിയോയിൽ തന്നെ വില്ലേജൊക്കെ പിടിക്കുന്നതൊക്കെ കാണിക്കണോ പറയും. അപ്പോൾ വേഗം ഇതെന്താ ഉറങ്ങാൻ പറ്റാത്ത നെറ്റയില്ലേ?